നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA ഇസ്ലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NABH അംഗീകാരം ലഭിച്ച ആയുഷ് ജീവനക്കാർക്ക് ആദരവ് നൽകി. പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. കേരളത്തെ ദന്ത സംരക്ഷണ ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർത്തകൾ വിശദമായി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കട്ടിലുകൾ നൽകി. ഇസ്ലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കട്ടിലുകൾ നൽകി. ഓങ്കോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്ന രോഗികൾക്ക് ഉപയോഗിക്കാനായി നൽകിയ കട്ടിലുകളുടെ വിതരണ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. KGOയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജലക്ഷ്മി, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള ഡോക്ടർമാർ, നേഴ്സസ്, മറ്റു ജീവനക്കാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മറ്റൊരു ചടങ്ങിൻ്റെ പ്രാധാന്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചുരുക്കമാണെങ്കിലും പറഞ്ഞു. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഒരു ഒന്നാമത്തെ ജീവിതത്തിലെ ബാധ്യതയായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം എത്രമാത്രം ഒരു സർവീസാണ് നമ്മുടെ ആരോഗ്യ മേഖല നൽകുന്നത് എന്നുള്ള കാര്യം നല്ലതുപോലെ ബോധ്യമുള്ളവരാണ് ഈ സെക്ടറിൽ ജോലിയെടുക്കുന്ന ഇവിടെ സന്നിഹിതരായ നിങ്ങളെല്ലാവരും എന്നെനിക്കറിയാം. നമ്മുടെ ആശുപത്രിയിൽ തന്നെ പെർ ഡേ 3000 പേർ OPയിൽ വരുന്നൊരു ഹോസ്പിറ്റലാണ്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ജനറൽ ഹോസ്പിറ്റലിലെ പെർ ഡേ 2000 OP. അതിന് കണക്കൊക്കെ എടുത്തപ്പോൾ ഇത്രമാത്രം ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. ആലപ്പുഴ നഗരത്തിലാണെങ്കിൽ 11 നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു, ആലപ്പുഴ ടൗണിൽ മാത്രം. അവിടെ പോകുന്ന രോഗികൾ കഴിഞ്ഞിട്ടുള്ളവരാണ് 2000 പേർ പെർ ഡേ ആലപ്പുഴ ജനറൽ ആശുപത്രി വന്നുകൊണ്ടിരിക്കും. ഇവിടെ 3000 പേർ. പഞ്ചായത്തിലെ എല്ലാ തരത്തിലേക്കുമുള്ള ഹെൽത്ത് സെൻറ്റേഴ്സിലെല്ലാം 150-200 OP ആണ്. ഈ മണ്ഡലത്തിലെ എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും അതിന് കണക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇത് കാണിക്കുന്നത് കുറച്ച് വർഷം മുമ്പുള്ള ഒരു കണക്ക് ഇപ്പോഴത്തെ കണക്കുമായി നോക്കുമ്പോൾ സർക്കാർ മേഖലയിലേക്ക് ആരോഗ്യത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന ആൾക്കാരുടെ നമ്പർ അതിൻ്റെ റേഷ്യോ വർദ്ധിച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് ആ കണക്ക് നോക്കിയാൽ കാണാൻ പറ്റും. രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ടല്ല, നമ്മളെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ നമ്പർ കൂടിയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സർക്കാർ ആശുപത്രി സംവിധാനത്തിലേക്ക് കൂടുതൽ പേർ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഹരികുമാർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. KGOA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റെനി സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു, സംസ്ഥാന കമ്മിറ്റി അംഗം S രാജലക്ഷ്മി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS രാജേഷ്, ട്രഷറർ ദേവരാജ് P കർത്ത, ഏരിയ പ്രസിഡന്റ് LD ദിലീഷ്, ഏരിയ സെക്രട്ടറി ഡോക്ടർ V മുകുന്ദൻ, ഡോക്ടർ സജീവ് ജോർജ് പുളിക്കൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി J പ്രശാന്ത് ബാബു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. NABH അംഗീകാരം ലഭിച്ച ആയുഷ് ജീവനക്കാർക്ക് ആദരവ് നൽകി. പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ആയുഷ് സ്ഥാപനങ്ങൾക്ക് NABA നേട്ടം ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ലയിലെ 20 ആയുർവേദ ഹോമിയോ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അമ്പലപ്പുഴ MLA ഇസ്ലാം ആദരിച്ചു. സാധാരണക്കാരായവർ സമീപിക്കുമ്പോൾ ഡോക്ടർമാർ നൽകിയ സേവനത്തിന്റെ അംഗീകാരമാണ് NABH അംഗീകാരമെന്ന് MLA അഭിപ്രായപ്പെട്ടു. പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PG ജോൺ, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KG ശ്രീജിനൻ, ഡോക്ടർ കോശി C പണിക്കർ, K മഞ്ജു, ഡോക്ടർ റംലത്ത് കുഴിക്കാട്ടിൽ, ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ J ജ്യോതി, ഡോക്ടർ K മധു, ഡോക്ടർ ദീപ്തി, ഡോക്ടർ ദീപു ദിവാകർ, AJ ലീന എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു.
ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. യുവജന ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, ഫിസിയോതെറാപ്പി പരിശീലന വിദ്യാർത്ഥികൾ എന്നിവർക്കായി ആർത്തവ ശുചിത്വം, വനിതാ ശാക്തീകരണം, ജെൻഡർ ഇക്വാലിറ്റി, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ യുവജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. RMO ഡോക്ടർ M ആശ, നഴ്സിംഗ് സൂപ്രണ്ട് റസി പി ബേബി, JPHN പ്രമീള എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അനീഷ ലൂക്ക, അഡോളസെന്റ് കൗൺസിലർ B ആതിര എന്നിവർ ക്ലാസ് നയിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തെ ദന്ത സംരക്ഷണ ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ദന്ത സംരക്ഷണത്തിന്റെയും ദന്തരോഗ ചികിത്സയുടെയും ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പുതുതായി നിർമ്മിച്ച ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിൽ ഒരു മാർച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേശീയ തലത്തിൽ തന്നെ നമുക്ക് ലോക്ക്ഡൗൺ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ ലോക്ക്ഡൗൺ, നിർമ്മാണ മേഖലകളെല്ലാം സ്തംഭിച്ചുപോയ സാഹചര്യം ഒരിടത്തും നടക്കുന്നില്ല. സർക്കാർ തലത്തിൽ മാത്രമല്ല, സ്വകാര്യ ഇടങ്ങളിലും ഒരിടത്തും നിർമ്മാണ മേഖല നടക്കുന്നില്ല. സാധാരണ നിലയിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കാത്തൊരു സാഹചര്യം. 2021 ഗവൺമെൻറ് ചുമതല ഏറ്റെടുക്കുമ്പോഴും അതേ സ്ഥിതിയായിരുന്നു. പക്ഷെ നമ്മൾ കോവിഡിൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി ടോട്ടൽ കണ്ടെയ്ൻമെൻറ്റ് എന്നതിന് പകരം മൈക്രോ കണ്ടെയ്ൻമെൻറ്റിലേക്ക് ഏറ്റവും കൂടുതൽ കേസസ് ഉള്ള പഞ്ചായത്ത്, ഒരു പഞ്ചായത്തിൽ തന്നെയാണ് പഞ്ചായത്ത് മുഴുവൻ അടച്ചിടേണ്ട ആ വാർഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുള്ള സ്ഥലം എന്നുള്ള നിലയിലൊക്കെ മൈക്രോ കണ്ടെയ്ൻമെൻറ്റിലേക്ക് പോയി മറ്റ് ഇടങ്ങൾ സ്വതന്ത്രമായിട്ട് വിടുന്നതിന് വേണ്ടി ആരംഭിച്ചു. നമ്മുടെ കുട്ടികൾ ലക്ഷങ്ങൾ മുടക്കി മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി മറ്റു നാടുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യം. അവർക്ക് നാട്ടിൽ തന്നെ പഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് സർക്കാർ ഇപ്പോഴെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ H സലാം MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് അംഗം T ജയപ്രകാശ്, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TV അനുപം കുമാർ, TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ, TD മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ A ഹരികുമാർ, PTA പ്രസിഡന്റ് KA നസീർ, വകുപ്പ് മേധാവി ഡോക്ടർ ഷീല, വെർജീനിയ റോഡ്രിക്സ്, ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 30ാമത് സ്ഥാപക ദിനാചരണ പരിപാടിയും ആലപ്പുഴ വലിയകുളം ശാന്തി മന്ദിരത്തിലെ വയോധികർക്ക് ഓണക്കോടി വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. AITOC സംസ്ഥാന പ്രസിഡന്റും CPI മുൻ ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാനത്ത് സർവീസ് സംഘടനകൾ നിരവധിയുണ്ടെങ്കിലും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വേറിട്ട സംഘടനയായി മാറിയ സംഘടനയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എന്ന് AITOC സംസ്ഥാന പ്രസിഡന്റും CPI മുൻ ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് അഭിപ്രായപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫെഡറേഷന്റെ 30ാമത് സ്ഥാപക ദിനാചരണത്തിന്റെയും ഓണക്കോടി വിതരണ ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആഞ്ചലോസ്. സർക്കാർ ജീവനക്കാർക്കിടയിൽ ഒട്ടനേകം സംഘടനകളുണ്ട്. എന്നാൽ KGF അതിനകത്ത് നിന്ന് വ്യത്യസ്തമായി എപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഉപയോഗിക്കുന്ന പണം ആർക്കെങ്കിലും ഗുണപ്പെടണം, ഒരാൾക്ക് ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരുപാട് പോസ്റ്റർ അടിക്കാം, നോട്ടീസ് അടിക്കാം, ഡെക്കറേഷൻ നടത്താം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ആ തുക കൊണ്ടാണ് നിങ്ങൾക്ക് ഓണക്കോടി എന്ന്. ആലപ്പുഴ വലിയകുളം ശാന്തി മന്ദിരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AR അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. KLDC ചെയർമാൻ PV സത്യനേശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഫെഡറേഷൻ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ PD കോശി സ്ഥാപക ദിന സന്ദേശം നൽകി. വാർഡ് കൗൺസിലർ B നസീർ, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ബിജു, R കൃഷ്ണരാജ്, ഫ്രാക്ഷൻ കമ്മിറ്റി കൺവീനർ രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഖിൽ രാജ് ചടങ്ങിന് സ്വാഗതവും ഫെഡറേഷൻ വനിതാ കമ്മിറ്റി സെക്രട്ടറി സുചിത്ര D ഷേണായി നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ശാന്തി മന്ദിരത്തിലെ വയോധികർക്ക് ഓണക്കോടി വിതരണവും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA ഇസ്ലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NABH അംഗീകാരം ലഭിച്ച ആയുഷ് ജീവനക്കാർക്ക് ആദരവ് നൽകി. പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. കേരളത്തെ ദന്തസംരക്ഷണ ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.